ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ച കേസിൽ അറസ്റ്റിലായ മലയാളി യുവാവിൻ്റെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതാണ്. മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ കൊച്ചി സ്വദേശി റിജാസിനെതിരെ അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ മാസം 7-ന് നാഗപ്പൂരിലെ ഹോട്ടലിൽ നിന്നാണ് റിജാസിനെയും നിയമവിദ്യാർത്ഥിനിയായ സുഹൃത്ത് ഉഷാകുമാരിയെയും അറസ്റ്റ് ചെയ്തത്. സുഹൃത്തിനെ പിന്നീട് വിട്ടയച്ചു. 11-ന് റിജാസിന്റെ എറണാകുളത്തെ വസതിയിൽ നാഗപ്പൂർ പോലീസും മഹാരാഷ്ട്ര ATSഉം കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. പെൻഡ്രൈവുകളും ഫോണും പുസ്തകങ്ങളും അടക്കം പരിശോധനയിൽ കണ്ടെടുത്തു. ഡിജിറ്റൽ ഉപകരണങ്ങൾ വിശദ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. റിജാസിനെതിരെ UAPAയും ചുമത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിനാണ് 26-കാരനായ റിജാസിനെ അറസ്റ്റ് ചെയ്തത്. റിജാസ് ഡാർക്ക് വെബിൽ സജീവമായിരുന്നെന്നും പ്രകോപനപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റ് ഉപയോഗമായിരുന്നു ഇയാൾ നടത്തിയിരുന്നത്. തോക്ക് വിൽക്കുന്ന കടയിലെത്തിയ ശേഷം അവിടെ നിന്ന് കയ്യിൽ തോക്കേന്തി നിൽക്കുന്ന ചിത്രമടക്കം ഇയാൾ ഡാർക്ക് വെബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. റിജാസ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ, കലാപാഹ്വാനം എന്നിവയാണ് റിജാസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. CPI മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും FIRലുണ്ട്. കേരളത്തിലും റിജാസിനെതിരെ കേസുണ്ട്. ന്യൂസ് 18 മുംബൈ.